Good morning. Today we are going to study how to solve ALPP using Bigum method or methods of penalty. Okay. Actually, this is a extended version of our simplex method. So go through our questions. Use penalty method to solve max z is equal to x1 minus x2 plus 3x3 subject to constraints x1 plus x2 less than or equal to 20, x1 plus x3 equal to 5, x2 plus x3 greater than or equal to 10, x1, x2, x3 greater than or equal to 0. Okay. അപ്പോൾ ഈ ഒരു പെനാൽറ്റി മെത്തേഡ് എന്ന് വെച്ചാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. ഓക്കെ, എക്സാംസിനൊക്കെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട് പെനാൽറ്റി മെത്തേഡ് അല്ലെങ്കിൽ ബിഗം മെത്തേഡ്. ഓക്കെ, അപ്പോൾ ഈ ബിഗം മെത്തേഡ് നമുക്ക് ഈ ഒരു പ്രോബ്ലത്തൂടെ ഇവിടെ നമുക്ക് ലെസ് ദാൻ ഉണ്ട്, ഗ്രേറ്റർ ദാൻ ഉണ്ട്, ഈക്വൽ ടു ഉണ്ട്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം നന്നായിട്ട് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ബാക്കിയുള്ള പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇവിടെ മാക്സിമൈസേഷൻ ഫംഗ്ഷനാണ്. ഇൻ കേസ് മിനിമൈസേഷൻ ആണെങ്കിൽ നമ്മൾ സൈൻ കൺവേർട്ടിങ്ങിലൂടെ മാക്സിമൈസേഷൻ ആക്കിയിട്ട് x1, x2, x3യുടെ വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഹിയർ വി ഹാവ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, സോ വി ഇൻട്രൊഡ്യൂസ് സ്ലാക്ക് വേരിയബിൾ ആൻഡ് വേർ വി യൂസ് ദ ആർട്ടിഫിഷ്യൽ വേരിയബിൾ. സോ വാട്ട് ഡു യു മീൻ ബൈ ബിഗം മെത്തേഡ്? We know already that Bigum method is one of artificial variable technique. Okay, so here we use an artificial variables to solve these problems. Okay, so here we have less than sign, so we use slack variable in first constraints. And where we use the artificial variable is used in equations like equal constraints and inequality greater than constraints with surplus variable. നമുക്കറിയാം ഈക്വലിൻ്റെ കൂടെ നമ്മൾ സിംപ്ലക്സ് മെത്തേഡിൽ നമ്മളൊന്നും ചെയ്തിട്ടില്ല. ഈക്വൽ എന്നുള്ളൊരു സൈന് വരികയാണെങ്കിൽ ഇതുപോലെ തന്നെ നമ്മൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ആർട്ടിഫിഷ്യൽ വേരിയബിൾ ടെക്നിക്കാണെങ്കിലും അതുപോലെ തന്നെ സിംപ്ലക്സ് മെത്തേഡൊക്കെ ആണെങ്കിലും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ടു കൺവേർട്ട് ആൻ എൽ പി പി ഇൻറ്റു സ്റ്റാൻഡേർഡ് ഫോം. എൽ പി പിയെ നമ്മൾ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അതായത് നമ്മൾ എന്ത് ചെയ്യണം, എല്ലാ ഇനിക്വാലിറ്റിയെയും നമ്മൾ ഈക്വൽ സൈന് വെച്ചിട്ട് കൺവേർട്ട് ചെയ്യണം. ഈക്വൽ സൈന് സ്റ്റാൻഡേർഡ് ഫോം എന്ന് വെച്ചാൽ നമുക്കറിയാം, ഒന്നല്ലെങ്കിൽ എന്തെങ്കിലും ഒബ്ജക്റ്റീവ് ഷുഡ് ബി മാക്സിമൈസേഷൻ ഒരു മിനിമൈസേഷൻ ഫംഗ്ഷൻ ആൻഡ് ഓൾ ദി കൺസ്ട്രെയിൻസ് ഷുഡ് ബി ഇൻ ഈക്വൽ ഇക്വാലിറ്റി ഈക്വൽ LHS ഈക്വൽ ടു RHS എന്നുള്ള ഫോമിൽ വേണം. ആൻഡ് ദിസ് RHS നെവർ ഷുഡ് ബി എ നെഗറ്റീവ് നമ്പർ അല്ലേ. ഈ RHS എന്നുള്ള ഇപ്പോൾ ഇവിടെയുള്ള ഈ ഇതൊന്നും ഉണ്ടാവില്ല, നെഗറ്റീവാണ്. ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോം. അപ്പോൾ ഇൻ കേസ് സിംപ്ലക്സ് മെത്തേഡ് ആണെങ്കിലും നമ്മൾ ബിഗം മെത്തേഡ് ആണെങ്കിൽ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കൺവേർട്ട് ചെയ്യുമ്പോൾ ഇൻ ആർട്ടിഫിഷ്യൽ നമുക്കറിയാം സിംപ്ലക്സ് മെത്തേഡ് വി യൂസ് 2 types വേരിയബിൾസ്, slack variables and surplus variables. Slack variables used in less than constraints and surplus variable used in greater than constraints. But in case of Bigum method, we introduce another variable, artificial variables. This artificial variables used in equal constraints. Okay, equal to ഈ ഒരു കൺസ്ട്രെയിനും ആൻഡ് ഓൾസോ ഗ്രേറ്റർ ദാൻ കൺസ്ട്രെയിൻസ് വിത്ത് സർപ്ലസ് വേരിയബിൾ. നമ്മൾ ഈ ഗ്രേറ്റർ ദാൻ എന്നുള്ള ഒരു കൺസ്ട്രെയിൻസിൽ നമ്മൾ സർപ്ലസ് വേരിയബിൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ആർട്ടിഫിഷ്യൽ വേരിയബിൾ യൂസ് ചെയ്യും. സ്ലാക്ക് വേരിയബിൾസിൻ്റെ കേസിൽ അതായത് ലെസ് ദാൻ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരിക്കലി വി യൂസ് സ്ലാക്ക് വേരിയബിൾസ്. ഓക്കെ, സോ go through the solutions by introducing slack variables and surplus variables and artificial variables. We re-equate the LPP. We can write as our maximization function max z is equal to x1 minus x2 plus 3x3. Okay, next subject to constraints. First constraints നമുക്കറിയാം less than or equal to ആണ്. So we can write x1
subject to constraints x1 plus s2 less than or equal to means we use only slack variable plus s1 equal to 20. Next one, the equal situation, equal sign. Equal sign in the we use only artificial variable x1 plus x3 plus a1. a1 means first artificial variable. ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് എന്ന് വെച്ചാൽ നമ്മൾ ചില ബുക്സിലൊക്കെ നിങ്ങൾക്ക് കാണാം -a യൂസ് ചെയ്യും, ചില ബുക്സിൽ +a യൂസ് ചെയ്യും. സോ നമുക്ക് ഏത് വേണേലും യൂസ് ചെയ്യാം. ഈക്വൽ ടു 5. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നെഗറ്റീവ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു നെഗറ്റീവ് ഇപ്പം നമ്മുടെ RHS പാർട്ടിൽ ഇപ്പോൾ -5 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ നമ്മൾ ഇങ്ങനെ എഴുതും ഈക്വൽ ടു -5 എഴുതും. ദെൻ നമ്മൾ പിന്നെ എന്ത് ചെയ്യും, സൈന് കൺവേർട്ട് ചെയ്യും. അപ്പോൾ -x1 -x3 ഓക്കെ -a1 ഈക്വൽ ടു 5 എന്ന് വരും. ആ ഒരു കൺസ്റ്റൻറ്റ്, ആ ഒരു മോഡലാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് x2 plus x3 greater than or equal to means we use surplus variable. minus s1 we used already, so minus s2 with ആർട്ടിഫിഷ്യൽ വേരിയബിൾ a1 നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് a2 യൂസ് ചെയ്യുക ഈക്വൽ ടു 10. അപ്പോൾ ഇവിടെ നമുക്കറിയാം ആർട്ടിഫിഷ്യൽ വേരിയബിൾ ഈക്വൽ എന്നുള്ളതിൽ നമ്മൾ യൂസ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇതിൽ കൺസെപ്റ്റിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ വേരിയബിൾ യൂസ് ചെയ്യുന്നു. ഓക്കെ, ആൻഡ് വി ഹാവ് വേരിയബിൾസ് x1 x2 x3 s1 s2 a1 a2 greater than or equal to 0. This is our new LPP. Okay, നെക്സ്റ്റ് നമുക്ക് മെട്രിക്സ് ഫോർമുല, അതിൻ്റെ ഇനിഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ്. ആക്ച്വലി ഇനിഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമ്മളോട് പറഞ്ഞിട്ടില്ല എങ്കിൽ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, പക്ഷെ എന്നാലും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻസ് റീക്രിയേറ്റ് ചെയ്താൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ സിംപ്ലക്സ് ടേബിളിൽ നമുക്ക് പോകാം. പക്ഷേ ഒരു ഇനിഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. So an initial feasible solution is given by initial feasible solution means we put initial variables as 0. We have initial variables x2 equal to x1 ഈക്വൽ ടു x2 ഈക്വൽ ടു s3 ഈക്വൽ ടു 0. ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ ബാക്കിയുള്ള വേരിയബിൾസിൻ്റെ വാല്യൂസ് കാണുന്നത് ഇനിഷ്യൽ വേരിയബിൾ. ഫോർ എക്സാമ്പിൾ ഈ ഫസ്റ്റ് കൺസ്ട്രെയിൻസിൽ നമ്മൾ x1ഉം x2ഉം 0 കൊടുക്കുമ്പോൾ s1 ഈക്വൽ ടു നമുക്ക് കിട്ടുന്നത് 20 ആണ് അല്ലേ, അതൊരു ഇനിഷ്യൽ കണ്ടീഷനാണ്. നെക്സ്റ്റ് ഈ ഒരു ഇക്വേഷനിൽ x1 x3 നമ്മൾ 0 കൊടുക്കുമ്പോൾ a1 എന്താവും, a1 ഈക്വൽ ടു 5, a1 ഈക്വൽ ടു 5. ഇൻ കേസിൽ ഇവിടെ -s2 പ്ലസ് a2 ആണ്. ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ -s2 എന്ന് ഇവിടെ വരുമ്പോൾ നമുക്ക് ഇതിലാണ് നമ്മൾ സിംപ്ലക്സ് മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ ഈ ഒരു -s2 നമ്മൾ എന്ത് ചെയ്യും, നെഗറ്റീവാണ്. ഇപ്പോൾ നെഗറ്റീവ് ആയതുകൊണ്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ x2നും x3ക്കും 0 കൊടുക്കുമ്പോൾ a2 ഈക്വൽ ടു 10 കിട്ടും. ദിസ് ഈസ് അവർ ഇനിഷ്യൽ സൊല്യൂഷൻ. ഓക്കെ, ഇത് ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. അങ്ങനെ ബിഗ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഇത് എഴുതണം നിർബന്ധമില്ല. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു മെട്രിക്സ് ഫോം ക്രിയേറ്റ് ചെയ്യുക. ആ സ്റ്റെപ്പ് നിങ്ങൾക്ക് എഴുതണം എന്നില്ല. മെട്രിക്സ് ഫോം, റൈറ്റ് എ മെട്രിക്സ് ഫോം. ഈ സ്റ്റെപ്പിൽ തന്നെ നിങ്ങൾക്ക് എഴുതാൻ നിർബന്ധമില്ല. സിംപ്ലക്സ് മെത്തേഡിൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഓക്കെ, മെട്രിക്സ് ഫോം വി നോ AX ഈക്വൽ ടു B. അപ്പോൾ ഇതിൽ വേരിയബിൾസ് നമുക്കറിയാം. ഏതൊക്കെയായിരുന്നു വേരിയബിൾസ്? x1 x2 x3 ഓൾറെഡി ഉള്ള വേരിയബിളാണ്. നെക്സ്റ്റ് s1 s2 ഇൻട്രൊഡ്യൂസ്ഡ് സ്ലാക്ക് സർപ്ലസ് വേരിയബിൾ ആൻഡ് a1 a2 ആർ ദി ഇൻട്രൊഡ്യൂസ്ഡ് ആർട്ടിഫിഷ്യൽ വേരിയബിൾസ്. ഓക്കെ, a1 a2 ഇത്രയാണ് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഓരോ ഇക്വേഷനും ഇതെന്ന് പിന്നെ നമുക്ക് ജസ്റ്റ് വേരിയബിൾസിൻ്റെ
പിന്നെ നമുക്ക് വേരിയബിൾസ് ഏതൊക്കെ വേരിയബിൾസ് ചെയ്ത് നമ്മൾ യൂസ് ചെയ്തിരുന്നത് അത് ജസ്റ്റ് ഇവിടെ ഇടുക. x1 x2 അല്ലെ, x1 x2 x3 s1 s2 a1 a2 ഈക്വൽ ടു bx മീൻസ് അവർ xb അല്ലേ. xb മീൻസ് ആ ഇക്വേഷൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്താണ് വരുന്നത് അതാണ് ഇവിടെ xbയിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഫസ്റ്റ് നമ്മുടെ കൺസ്ട്രെയിൻസിൻ്റെ ഈ മെട്രിക്സ് ഫോം എന്ന് വെച്ചാൽ ഈ മെട്രിക്സ് ഫോം ഓഫ് കൺസ്ട്രെയിൻസ് ആണ്. സോ ഫസ്റ്റ് കൺസ്ട്രെയിൻസ് നമുക്കറിയാം x1ഉം x2ഉം s1ഉം 1 ആണ് വരുന്നത്. x1ന് 1, x2ന് 1, അതുപോലെ തന്നെ s1ന് 1, ബാക്കിയെല്ലാം 0 ആണ്. ഇതിൽ എക്സ് ബി എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് കൺസ്ട്രെയിൻസ് 20 ആണ് ഇല്ലേ. അപ്പോൾ അത് നമ്മൾ എക്സ് ബിയുടെ അവിടെ ചെയ്ത് 20. ഓക്കെ അല്ലേ ഫസ്റ്റ്. ഇനി നെക്സ്റ്റ് സെക്കൻഡ് കൺസ്ട്രെയിൻസ് നോക്കി. ഇവിടെ x1 1 ആണ്. ഇപ്പോൾ ചിലപ്പോൾ ഇൻ കേസ് ഇവിടെ x1 ഇപ്പോൾ നമുക്ക് 1 ആവണം എന്ന് തന്നെ നിർബന്ധമില്ല, 5 ആവാം, ഏത് നമ്പേഴ്സ് ആവാം, മൈനസ് ആവാം, അതൊക്കെ ആവാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഫുള്ള് ഈ ക്വസ്റ്റ്യനിൽ ഫുള്ളായിട്ട് 1 തന്നതുകൊണ്ട് നിങ്ങൾ 1 ആണെന്ന് വിചാരിക്കുക. ഇപ്പോൾ 5x1 + 3x2 ആകുമ്പോൾ x1ൻ്റെ കോയിഫിഷ്യൻ്റ് എന്താകും? ആ ഒരു കേസിൽ 5 ആയിരിക്കും. ഓക്കെ, 3x2 ആകുമ്പോൾ x3യുടെ കോയിഫിഷ്യൻ്റ് അവിടെ നമ്മൾ 3 ആയിരിക്കും എഴുതുന്നത്. പക്ഷേ ഇവിടെ 1 തന്നതുകൊണ്ട് x1ൻ്റെ കോയിഫിഷ്യൻ്റ് 1 ആണ്. നെക്സ്റ്റ് x3യുടേത് 1, അതുപോലെ തന്നെ a1 1, പിന്നെ നമുക്ക് തന്നിട്ടുള്ളത് RHS സൈഡിൽ 5. ഇത്രയാണ് വന്നിട്ടുള്ളത്. ബാക്കിയെല്ലാം എന്താണ്? പുട്ട് 0 ടു റിമൈനിങ് വേരിയബിൾസ്. ഓക്കെ, നെക്സ്റ്റ് x1 + x3. അപ്പോൾ x2 + x3, s2 1, x3 1, s2 -1 ഇല്ലേ, s2 -1, അതുപോലെ തന്നെ പ്ലസ് a2 എന്നുള്ളത് 1, a2 1 ഈക്വൽ ടു എന്താ 10. ഇവിടെ നമുക്ക് വരുന്നത് 10 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പുട്ട് 0 ഫോർ റിമൈനിങ് വേരിയബിൾസ്. ഇതാണ് നമ്മുടെ മെട്രിക്സ് ഫോം. ഓക്കെ, അപ്പോൾ ഈ മെട്രിക്സ് ഫോം നിങ്ങൾക്ക് എഴുതണം എന്ന് നിർബന്ധമല്ല. ഡയറക്റ്റ് നിങ്ങൾക്ക് സിംപ്ലക്സ് മെത്തേഡ് ഈ ഒരു ഇക്വേഷന് നിങ്ങൾക്ക് എഴുതാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായി എഴുതാം. ഇതിപ്പോൾ എഴുതിയാൽ നമുക്ക് ഈസി ആകും. ഇതിങ്ങനെ എഴുതി വെച്ച് നമുക്ക് പെട്ടെന്ന് സിംപ്ലക്സ് ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ഫസ്റ്റ് സിംപ്ലക്സ് ടേബിൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അതിന് മുന്നായിട്ട് നമ്മുടെ മാക്സിമൈസേഷൻ ഫംഗ്ഷനിൽ ഇനിഷ്യൽ വേരിയബിൾസ് മാത്രമേ ഉള്ളൂ. ഇൻട്രൊഡ്യൂസ്ഡ് വേരിയബിൾസിനെ കൂടി നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, സോ മാക്സിമൈസേഷൻ we can write x1 initially it x1 minus x2 plus 3x3. ഓക്കെ, പ്ലസ് നമുക്കറിയാം s1 s2 ഇൻട്രൊഡ്യൂസ്ഡ് വേരിയബിൾസ് ആണ്. ഇവിടെ s1 s2 ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും s2ന് ഇവിടെ മൈനസ് അല്ലേന്ന്. ഇവിടെ മൈനസ് ആയാലും പ്ലസ് ആയാലും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കോയിഫിഷ്യൻ്റ് എന്താണ്? 0 ആണ്. ഓക്കെ, 0യിൽ ഇപ്പോൾ നമ്മൾ -1 ആയാലോ +1 ആയാലോ ഒന്നൊരു ചേഞ്ച് വരുന്നില്ല. അപ്പോൾ നമുക്ക് പ്ലസ് തന്നെ ഇട്ടാൽ മതി. അതിൽ 0 s1 + 0 s2. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് ഇവിടെ ഏതൊക്കെയുണ്ട്? a1ഉം a2 ഉണ്ട്. ഇവിടെ a1ൻ്റെയും a2ൻ്റെയും കോയിഫിഷ്യൻറ്റ് ഇവിടെ നമുക്ക് എഴുതിയിട്ടുള്ളത് 1 ആണ്. ഓക്കെ, പക്ഷെ നമ്മൾ മാക്സിമൈസേഷൻ ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മൾ കോയിഫിഷ്യൻറ്റ് -m ആണ്. എല്ലാ ആർട്ടിഫിഷ്യലും നമ്മൾ പറഞ്ഞു കോസ്റ്റ് ഓഫ് മാക്സിമൈസേഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് -m ആണ്. -m a1 -m a2. ഓക്കെ, -m ആണ് നമ്മൾ a1ൻ്റെയും a2ൻ്റെയും കോയിഫിഷ്യൻറ്റുടെയും മാക്സിമൈസേഷൻ. ഇവിടെ ഇപ്പോൾ ക്വസ്റ്റ്യൻസ് മിനിമൈസേഷൻ ആണെങ്കിൽ നമ്മൾ എന്താവും? മിനിമൈസേഷൻ്റെ പകരം m a1 m a2 എന്നുള്ളതാണ് നമ്മൾ ഇടുന്നത്. ഓക്കെ, m a1 ഇവിടെ a2 ആണ്, m a2യുടെ സഫിക്സ് ആയിട്ടാണ് m a2. മിനിമൈസേഷൻ ആണെങ്കിൽ പ്ലസ് ആയിരിക്കും, +m ആണ് ആർട്ടിഫിഷ്യൽ വേരിയബിളിൻ്റെ കോയിഫിഷ്യൻറ്റ്. മാക്സിമൈസേഷൻ ആകുമ്പോൾ -m ആണ് ആർട്ടിഫിഷ്യൽ വേരിയബിളിൻ്റെ കോയിഫിഷ്യൻറ്റ്. So this is our first simplex table. Okay, ഈ ഫസ്റ്റ് സിംപ്ലക്സ് ടേബിൾ ഇൻ കേസ് നമ്മൾ ഇത്രയും നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ജസ്റ്റ് നമുക്ക് കൺസ്ട്രെയിൻസ് എഴുതിയിട്ട് ന്യൂ LP അതായത് ഇൻട്രൊഡ്യൂസ്ഡ് സ്ലാക്ക് വേരിയബിൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള LPP
സ്ലാക്ക് വേരിയബിൾസും പിന്നെ അതുപോലെ തന്നെ സർപ്ലസ് വേരിയബിൾ, ആർട്ടിഫിഷ്യൽ വേരിയബിളൊക്കെ ഉണ്ടെങ്കിൽ അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ലീനിയർ ഇക്വേഷൻ LPP നമുക്ക് കിട്ടും. അപ്പോൾ ഈ LPP കിട്ടിയ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു മാക്സിമൈസേഷൻ ഫംഗ്ഷനും എഴുതിയിട്ട് ഇതങ്ങ് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, ഇൻ കേസ് ഇത് വേണമെന്നുള്ളവർക്ക് ചെയ്താൽ മതി. ഈ ഒരു ഇത് നിർബന്ധമല്ല, പക്ഷെ എന്നാലും നമ്മൾ ചെയ്യുമ്പോൾ എന്താണെന്ന് ഇങ്ങനെ എഴുതി വെച്ച് നമുക്കൊന്നും കൂടെ ഈസിയാണ് ഫില്ല് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നോക്കുന്നത് ബേസ്. ഈ ബേസ് എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇതുവരെ സിംപ്ലക്സ് മെത്തേഡിൽ നമ്മൾ സ്ലാക്ക് വേരിയബിൾസും സർപ്ലസ് വേരിയബിൾസും നമ്മൾ ഏതിൽ കൊടുത്തിരുന്നു? ബേസിൽ കൊടുത്തിരുന്നു ഇല്ലേ? ഇവിടെ നമുക്ക് സ്ലാക്ക് വേരിയബിൾസ് മാത്രം കൊടുത്താൽ മതി, സർപ്ലസ് വേരിയബിൾസ് കൊടുക്കേണ്ട ആവശ്യമില്ല. അതായത് ഇനിഷ്യൽ സർപ്ലസ് വേരിയബിൾസ് ഇവിടെ മൈനസ് വന്നതുകൊണ്ട് ഇനിഷ്യൽ കണ്ടീഷനിൽ നമ്മൾ മൈനസ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനിഷ്യൽ കണ്ടീഷനിൽ ഏത് വേരിയബിൾസ് ആണോ ഉള്ളത് അത് മാത്രമാണ് നമ്മൾ ബേസിൽ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഇനിഷ്യൽ കണ്ടീഷനിൽ ഏതാണ്? S1 ഉണ്ട് സ്ലാക്ക് വേരിയബിൾസ്, ദെൻ 2 ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് A1 and A2. സോ ഹിയർ we can write base S1, okay, then A1, next A2. ഓക്കെ അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ. ഇനി നെക്സ്റ്റ് നിങ്ങൾക്കറിയാം സി ബി എന്താ മീൻ ചെയ്യുന്നത്? അതായത് നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിലുള്ള കോയിഫിഷ്യൻറ്റ്, ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിലുള്ള നമ്മുടെ S1, A1, A2യുടെ കോയിഫിഷ്യൻറ്റ്. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ കോയിഫിഷ്യൻറ്റിനെ നമ്മൾ ഏത് വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യൽ? സി ജെ എന്ന് പറയുമ്പോൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഉണ്ടാവും. ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ എന്തൊക്കെ കോയിഫിഷ്യൻറ്റ്? X1ൻ്റെ കോയിഫിഷ്യൻറ്റ് നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് എഴുതാം 1 ആണ്. X2ൻ്റെ കോയിഫിഷ്യൻറ്റ് -1 ആണ്. X3യുടെ കോയിഫിഷ്യൻറ്റ് 3 ആണ്. S1ൻ്റെത് 0 ആണ്. S2ൻ്റെതും 0 ആണ്. A1ൻ്റെത് -m ആണ്. A2ൻ്റെത് എന്താണ്? -m ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഉള്ളത് ഏതൊക്കെയാണ്? S1ൻ്റെ കോയിഫിഷ്യൻറ്റ് ഇവിടെ CB 0 ആൻഡ് A1ൻ്റെത് മാക്സിമൈസേഷൻ ഫംഗ്ഷനാണ്. സോ വി നോ ദിസ് ഇസ് -1 ആൻഡ് ഇൻ A2 ഓൾസോ മാക്സിമൈസേഷൻ ഫംഗ്ഷൻ ആയതുകൊണ്ട് -m. ഓക്കെ, ഇനി നെക്സ്റ്റ് XB ആണ്. XB നമുക്കറിയാം RHS സൈഡിലുള്ള കോൺസ്റ്റൻസ് ആണ് വരുന്നില്ല. അതായത് ഇക്വേഷന് നിങ്ങൾ നോക്കി എഴുതാണ് ഈ കൺസ്ട്രെയിൻസ് ഇക്വേഷനിൽ സബ്ജക്റ്റ് കൺസ്ട്രെയിൻസിൽ RHSലുള്ള കോൺസ്റ്റൻറ്റ്, അതാണ് നമ്മുടെ XB എന്ന് പറയുന്നത്. 20 ഏതാണത്? 25, 10. അതായത് ഈ മെട്രിക്സിന് ഈ സൈഡിലുള്ളത് അത് 25, 10. ഇനി നമ്മൾ ഇതുപോലെ തന്നെ ഈ മെട്രിക്സ് അങ്ങ് കംപ്ലീറ്റ് ചെയ്യുക. അതായത് നമ്മൾ ഈ ഇക്വേഷൻ വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കും. ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഈ മെട്രിക്സ് ചെയ്തത്. ആക്ച്വലി ഈ മെട്രിക്സ് ഇത് സെയിം മോഡൽ തന്നെയാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ മെട്രിക്സ് അങ്ങ് ഇവിടെ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ മെട്രിക്സ് നമ്മൾ ഇവിടെ എഴുതി കണ്ടില്ലേ? X1 നമ്മൾ 1 1 0, അതുപോലെ തന്നെ 1 0 1 നമ്മൾ ഈ മെട്രിക്സ് ഇവിടെ എഴുതി. ഈ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളതാണ് ZJ എന്ന് നമ്മൾ അറിയുന്നതാണ് CB × X1 ആണ് ZJ എന്ന് വരുന്നത്. ഓക്കെ, അപ്പോൾ CB നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം സിംപ്ലക്സ് മെത്തേഡിലൊന്നും നമുക്ക് മൾട്ടിപ്ലിക്കേഷന് ഈസി ആയിരുന്നു. കാരണം എന്താണ്? ഇവിടെ M എന്നുള്ളതെന്നാണ് ഒരു ഹയസ്റ്റ് വാല്യൂ ആണ്, പെനാൽറ്റി വാല്യൂ എന്ന് നമുക്ക് പറയാം. അതാണ് M. ഓക്കെ, -m പറയുമ്പോൾ ഹയസ്റ്റ് നെഗറ്റീവ് വാല്യൂ. അപ്പോൾ ഇവിടെ നമ്മൾ സിംപ്ലക്സ് മെത്തേഡിൽ ഇവിടെ കുറേ 0 ആയതുകൊണ്ട് നമുക്ക് കൂടുതൽ മൾട്ടിപ്ലിക്കേഷൻ്റെ ആവശ്യമില്ലായിരുന്നു. പക്ഷേ ഇവിടെ നമുക്കറിയാം എന്താണ്? സീറോസിൻ്റെ നമ്പേഴ്സ് ഇല്ല. ഇവിടെ -m ആണ് കോയിഫിഷ്യൻ്റ് A1ൻ്റെയും A2ൻ്റെയും കോയിഫിഷ്യൻ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. പിന്നെ നമുക്കറിയാം ഈ ZJ വാല്യൂ ZJ - CJ ΔJ നെഗറ്റീവ് ആകുന്നത് ബേസ് ചെയ്തിട്ട് നമുക്ക് നെക്സ്റ്റ് സിംപ്ലക്സ് ടേബിൾ ക്രിയേറ്റ് ചെയ്യണോ, നെക്സ്റ്റ് ഫസ്റ്റ് ഇറ്ററേഷൻ സ്റ്റാർട്ട് ചെയ്യണോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, അതല്ല ഇനി നമ്മൾ ബാക്കി ചെയ്യുന്നതൊക്കെ നമ്മൾ എന്താണോ സിംപ്ലക്സ് മെത്തേഡിൽ ചെയ്തത് സെയിം മെത്തേഡ് തന്നെയാണ് എന്ത് വരുന്നത്? നമ്മുടെ ഈ ബിഗ് മെത്തേഡിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇനി ബിഗ് മെത്തേഡിൻ്റെ പ്രൊസീജിയേഴ്സ് ചോദിക്കുകയാണെങ്കിൽ ജസ്റ്റ് 2-3 സ്റ്റെപ്സ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് പിന്നെ ബാക്കി സിംപ്ലക്സ് മെത്തേഡിൻ്റെ സ്റ്റെപ്സ് അങ്ങ് എഴുതിയാലും മതി. ഓക്കെ, ZJ ആണ്. ZJ നമുക്കറിയാവുന്നതാണ് CB × XJ ആണ് ഇല്ലേ? CB എന്ന് പറയുന്നത് ഈ ഒരു കോളം, ഇതാണ് നമ്മുടെ CB. ഓക്കെ, ഇതാണ് CB × XJ. XJ മീൻസ് ഈ ഫസ്റ്റ് കോളാണെങ്കിൽ CB × X1, സെക്കൻഡ് കോളാണെങ്കിൽ CB × X2, തേർഡ് കോളാണെങ്കിൽ CB × X3. എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്? ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് കോളത്തിൽ നോക്കാം. X1ൻ്റെ കേസിൽ നമുക്ക് നോക്കാം. CB × X1 ആണ് Z,
ജെ ഈക്വൽ ടു, ഞാൻ ഇവിടെയാണ് എഴുതുന്നത്, സെഡ് ജെ ഈക്വൽ ടു, ഈസി നിങ്ങൾക്ക് ഇവിടെ ആയിരിക്കും ഒന്നും കൂടെ മനസ്സിലാക്കാൻ ഈസി എന്ന് തോന്നുന്നു. സോ സി ബി ഇൻറ്റു x1 ആണ്. ഓക്കെ, ഇത് x1 സി ബി ഇൻറ്റു എക്സ് ജെ ആണ് സെഡ് ജെ. അപ്പോൾ x1ൻ്റെ കേസിൽ നമുക്ക് സെഡ് ജെ എന്ന് പറയുമ്പോൾ സി ബി ഇൻറ്റു x1 ആയിരിക്കില്ല, സി ബി ഇൻറ്റു x1 ആയിരിക്കും. അപ്പോൾ സി ബി എന്ന് പറയുന്നത് 0 ഇൻറ്റു 1 പ്ലസ് നെക്സ്റ്റ് മൈനസ് എം ഇൻറ്റു 5 അല്ലേ, സോറി മൈനസ് എം ഇൻറ്റു 1, x1 അല്ലേ, 0 ഇൻറ്റു 1 പ്ലസ് മൈനസ് എം ഇൻറ്റു 1 പ്ലസ് മൈനസ് എം ഇൻറ്റു 0. ടോട്ടൽ നമുക്ക് എത്ര വരുന്നത് ഇവിടെ, ഇത് രണ്ടും 0 ആയി പോവും. 0 പ്ലസ് മൈനസ് എം പ്ലസ് 0 വരും. സോ ആൻസർ മൈനസ് എം. ഓക്കെ, ഇതാണ് വരുന്നത്. അപ്പോൾ ആൻസർ നമുക്ക് വരുന്നതാണ് മൈനസ് എം. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്താൽ മൈനസ് എം. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഇനി x2ൻ്റേത് കണ്ടിന്യൂ ചെയ്യുമ്പോൾ കാണുന്നുണ്ട് നിങ്ങൾക്ക്, സെഡ് ജെ x2ൻ്റെ കേസിലാകുമ്പോൾ നമുക്ക് സി ബി ഇൻറ്റു x2 എന്ന് വരും അല്ലേ. അതായത് സി ബി നമുക്കറിയാം, സി ബി 0 ആണ്. 0 ഇൻറ്റു 1 0 ഇൻറ്റു x2 ആണ്. 0 ഇൻറ്റു 1 പ്ലസ് മൈനസ് എം ഇൻറ്റു 0 മൈനസ് എം ഇൻറ്റു 0 മൈനസ് എം ഇൻറ്റു 0 പ്ലസ് മൈനസ് എം ഇൻറ്റു 1 മൈനസ് എം ഇൻറ്റു 1. സോ വി ഗെറ്റ്, ഇത് രണ്ടും 0 സോ മൈനസ് എം ആണ് ഇവിടെ നമുക്ക് കിട്ടുന്ന ആൻസർ അല്ലേ. മൈനസ് എം ഇൻറ്റു 1 മൈനസ് എം. സോ ഹിയർ എന്താണ്, മൈനസ് എം, x2 മൈനസ് എം. ഇനി നമുക്ക് x3യുടെ കേസിൽ എന്തായിരിക്കും, സെഡ് ജെ ഈക്വൽ ടു സി ബി ഇൻറ്റു x3. സി ബി ജസ്റ്റ് ഞാൻ വേണമെങ്കിൽ കോളാക്കിയിട്ട് നിങ്ങൾക്ക് എഴുതിത്തരാം, എന്നാൽ ഒന്നും കൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. സി ബി എന്ന് പറയുമ്പോൾ x2ൻ്റെ കേസിൽ 0 മൈനസ് എം ആണ്. x3 എന്താണ്, x3 ഇവിടെ വരുന്നത് 0 1 1 അല്ലേ, 0 1 1 ഇതാണ് നമ്മുടെ x3, ഇത് സി ബി. അപ്പോൾ നമുക്ക് നോക്കാം, 0 ഇൻറ്റു 0. നിങ്ങൾക്ക് ഈ സ്റ്റെപ്സ് ഒന്നും എഴുതാൻ, ഇതൊക്കെ നിങ്ങൾക്ക് സ്ക്യൂട്ട് ചെയ്യുവാണെങ്കിൽ, പക്ഷേ ആൻസർ കറക്റ്റായിട്ട് ചെയ്യണം. സൈഡിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് നിങ്ങൾക്ക് ഇതിൻ്റെ താഴെ, പേപ്പറിൻ്റെ താഴെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാം. ഓക്കെ, ഇവിടെ ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ട് ആൻസർ റിസൾട്ട് ഇവിടെ എഴുതിയാൽ മതി. നമുക്ക് ഇത്രയും ടേബിളാണ് വേണ്ടത്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ആൻസർ ചെയ്തിട്ട് റിസൾട്ട് താഴെ എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ 0 ഇൻറ്റു 0 ഓക്കെ 0 ഇൻറ്റു 0 പ്ലസ് മൈനസ് എം ഇൻറ്റു 1 പ്ലസ് മൈനസ് എം ഇൻറ്റു 1. സോ നമുക്ക് മൈനസ് എം പ്ലസ് ഇവിടെ നോക്കുക, പ്ലസ് മൈനസ് എം അല്ലേ. ഇവിടെ ഫസ്റ്റ് 0 ഇൻറ്റു 0 എന്ന് വരുമ്പോൾ നമുക്ക് 0 കിട്ടും. പ്ലസ് മൈനസ് എം ഇൻറ്റു 1 മൈനസ് എം പ്ലസ് മൈനസ് എം ഇൻറ്റു 1 മൈനസ് എം. സോ മൈനസ് എം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് മൈനസ് 2m എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ വരുന്നത് മൈനസ് 2m. ഓക്കെ അല്ലേ, മൈനസ് 2m ആണ് ഇവിടെ വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ഇവിടെ ശ്രദ്ധിക്കുക, സി ബി ഇൻറ്റു 0 S1 0 ഇൻറ്റു 1 പ്ലസ് മൈനസ് എം ഇൻറ്റു 0 പ്ലസ് 10 ഇൻറ്റു 0. അപ്പോൾ ഫുൾ 0 ആയിട്ട് വരും. നെക്സ്റ്റ് നമുക്ക് വരുന്നത് 0 ഇൻറ്റു 0 പ്ലസ് മൈനസ് എം ഇൻറ്റു 0 പ്ലസ് മൈനസ് എം ഇൻറ്റു മൈനസ് 1. ഓക്കെ, മൈനസ് എം ഇൻറ്റു മൈനസ്, അപ്പോൾ നമുക്ക് 0 ഇൻറ്റു 0 0 ആയി പോകും. മൈനസ് എം ഇൻറ്റു 0യും 0 ആകും. ഓക്കെ, നെക്സ്റ്റ് മൈനസ് എം ഇൻറ്റു മൈനസ് 1, അപ്പോൾ മൈനസ് എം ഇൻറ്റു മൈനസ് 1 ആവും പ്ലസ് എം ആവും. നെക്സ്റ്റ് A1ൻ്റെ 0 ഇൻറ്റു 0 0 ആയി പോവും. മൈനസ് എം ഇൻറ്റു 1 മൈനസ് എം, പിന്നെ പ്ലസ് മൈനസ് എം ഇൻറ്റു 0 0. സോ ഇവിടെ വരുന്നത് മൈനസ് എം. ഓക്കെ,
നെക്സ്റ്റ് ഇതുപോലെ തന്നെ 0 × 0 0 പ്ലസ് മൈനസ് എം